അഞ്ചൽ അലേമൺ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് പിൻഭാഗത്തുള്ള റബ്ബർ പുരയിടത്തിൽ മധ്യവയസ്കനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹത്തിന് 3 ദിവസത്തോളം പഴക്കമുണ്ട്. മൃതദേഹം അഴുകിയ നിലയിലാണ്. ഉച്ചയ്ക്ക് ഇതുവഴി പോയ ആശാവർക്കർമാർ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് സമീപത്തെ റബ്ബർ പുരയിടത്തിൽ മധ്യവയസ്കനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവരം അറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ളവർ സ്ഥലത്തെത്തുകയും ചെയ്തു. പിന്നീട് ഏരൂർ പോലീസ് സംഭവസ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. സംഭവസ്ഥലത്ത് ഫിംഗർ പ്രിന്റ് ഉദ്യോഗസ്ഥരും ശാസ്ത്രീയ വിദഗ്ധരും എത്തി തെളിവുകൾ ശേഖരിച്ചു. തൂങ്ങിമരിച്ച ആളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ പ്രദേശത്തുള്ള ആളല്ല എന്നാണ് സമീപവാസികളും ജനപ്രതിനിധികളും പറയുന്നത്. മൃതദേഹത്തിന്റെ സമീപത്ത് നിന്നും പോലീസ് ഷർട്ടും മുണ്ടും കണ്ടെടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ വാർഡിലെ മെമ്പറാണ്. ഞാൻ പഞ്ചായത്തിലിരിക്കുന്ന സമയത്ത് നമ്മുടെ ആശാ വർക്കർ അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഫീൽഡിൽ പോയിട്ട് വരുന്ന വഴിക്ക് ഇങ്ങനെ കാറ്റടിച്ച സമയത്ത് ഒരു സ്മെല്ല് വരികയും അത് ഒരു വല്ലാതെ എന്തോ ചത്തഴുകിയ ഒരു സ്മെല്ലാണെന്നാണ് എന്നോട് പറഞ്ഞത്. ആ സ്മെല്ല് വരുന്ന കാരണം വല്ല പട്ടിയോ പൂച്ചയാണോ എന്തെങ്കിലും വഴിയിൽ ചത്ത് കിടക്കുവാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് കയറി ഒന്ന് നോക്കിയ വഴിക്കാണ് ഇങ്ങനെ മരത്തിൽ ഇതേ 2 കാല് കണ്ട് അവർ പേടിച്ച് ഭയന്ന് റോഡിലിറങ്ങി പരിസരവാസികളായ സതീശൻ എന്ന് പറയുന്ന പുള്ളിയെയും ആ ചേച്ചിയുടെ ഭർത്താവായ ബാബുവിനെയൊക്കെ വിളിച്ച് അറിയിച്ച പ്രകാരം അതിനെ തുടർന്ന് തന്നെ 2:01 തന്നെ പഞ്ചായത്തിലിരിക്കുന്ന എന്നെ വിളിച്ച് ആശാ വർക്കർ ഇങ്ങനെ ആരാണെന്ന് അറിയില്ല, ആരോ ഇവിടെ തൂങ്ങി നിൽക്കുന്നതായിട്ട് ഞാൻ 2 കാല് കണ്ടു, മെമ്പർ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഓടി ഇവിടെ വരും. ഞാനും 8ാം വാർഡിലെ മെമ്പറായ ബിനൂസി ചാക്കോയും കൂടെ ആദ്യം ഇവിടെ വരികയും വന്ന് ആശാ വർക്കറും ഞങ്ങൾ 4 പേരൂടെ കൂടി ആ ബോഡിയുടെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ഞങ്ങൾക്ക് നേരിട്ട് കണ്ടിട്ടുള്ളതായിട്ട് യാതൊരു പരിചയവുമില്ല. എന്റെ വാർഡിലുള്ള ഒരു വ്യക്തിയല്ലാത്ത ഒരു മുഖമുള്ള ഒരു ആ വ്യക്തിനെയാണ് ഞാൻ കണ്ടത്. ഇത് എവിടെയാണ് എവിടെ ഉള്ളതാണെന്നോ എന്താണെന്നോ ഒരു രേഖയും നമുക്ക് നേരിട്ട് അറിയില്ല. അത് ഉടനെ തന്നെ ഞങ്ങൾ ഇവിടെ വെച്ച് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഏരൂർ പോലീസ് സ്റ്റേഷനിലെ എസ്ഐയെ വിളിച്ച് അറിയിക്കുകയും അതിനെ തുടർന്നുള്ള നടപടിക്രമങ്ങളിൽ പോലീസ് ഇവിടെ വരികയും ബോഡി കണ്ടിട്ട് പോയി ബാക്കി നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. റിപ്പോർട്ടർ സജി, അഞ്ചൽ.